ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 1-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. എന്താണ് ഒരു മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്? മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഒരു ICയുടെ ഉള്ളിൽ CPU മാത്രമേ ഉണ്ടാവുള്ളൂ. ആ CPUവിന് എക്സ്റ്റേണലി ആയിരിക്കും ഇൻപുട്ട് ഡിവൈസ്, മെമ്മറി, ടൈമർ എല്ലാം കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ICയുടെ ഉള്ളിൽ തന്നെ CPU ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, ടൈമർ ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ടാവും. എല്ലാ പെരിഫറൽസും ഒരു ICന്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഡിവൈസിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് മൈക്രോ പ്രോസസർ വർക്ക് ആവുള്ളൂ. അതേസമയം മൈക്രോ കൺട്രോളറിൽ എല്ലാം ഇൻബിൽട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മൈക്രോ പ്രോസസർ ഒരു ജനറൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു, അത് തന്നെ PPT ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു, വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രോസസറിന്റെ എക്സാമ്പിൾ ആണ്. ഒരു ജനറൽ പർപ്പസ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നത്. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന IC ആണ് മൈക്രോ കൺട്രോളർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന TVയുടെ റിമോട്ട്, AC-യുടെ റിമോട്ട്, വീട്ടിലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൺ, ഇതെല്ലാം മൈക്രോ കൺട്രോളറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഈ ഫിഗർ നോക്കിയേ, ഇതാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസർ MUP. ഇതില് നമുക്ക് ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി എന്തൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്? ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്, മെമ്മറി കണക്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്. സോ മൈക്രോ പ്രോസസറിൽ CPU അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി എല്ലാം എക്സ്റ്റേണലി കണക്ട് ചെയ്താൽ മാത്രമാണ് ആ ആപ്ലിക്കേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈക്രോ കൺട്രോളർ മ്യൂസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. CPU ആയാലും മെമ്മറി ആണെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിലും അതെല്ലാം ഒരു സിംഗിൾ ചിപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയാൽ കാണാം, അതിൻ്റെ ആ ICയുടെ ഉള്ളിൽ തന്നെ CPU ഉണ്ട്, ഇന്ററപ്റ്റ് കൺട്രോളർ, RAM, ROM, ബസ് കൺട്രോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമർ, കൗണ്ടർ, സീരിയൽ പോർട്ട്, ഇതെല്ലാം ഒരു സിംഗിൾ ICയുടെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യണമെങ്കിലാണ് നമുക്ക് എന്ത് വേണ്ടത്? എ മൈക്രോ പ്രോസസർ നീഡ്സ് എക്സ്റ്റേണൽ സപ്പോർട്ട് ടു വർക്ക്. IC ഒറ്റയ്ക്ക് അത് വർക്ക് ചെയ്യില്ല. അത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട്, മെമ്മറി ഇതെല്ലാം കണക്ട് ചെയ്താൽ മാത്രമാണ് മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യുള്ളൂ. അതേസമയം മൈക്രോ കൺട്രോളറിന് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അതിലെല്ലാ ഡിവൈസസും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എ മൈക്രോ കൺട്രോളർ ഹാസ് എവറിത്തിങ് ഇറ്റ് നീഡ്സ് ഓൺ എ സിംഗിൾ ചിപ്പ്. ദെൻ അതിന്റെ ഡെഫിനിഷനാണ് മൈക്രോ പ്രോസസർ ഈസ് എ CPU ഓൺ എ സിംഗിൾ ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിൽ CPU ഉള്ളതാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ദാറ്റ് റിക്വയർസ് എക്സ്റ്റേണൽ മെമ്മറി ആൻഡ് പെരിഫറൽസ് ടു ഫങ്ഷൻ. അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട്, മെമ്മറി എല്ലാം എക്സ്റ്റേണലി കണക്ട് ചെയ്താൽ മാത്രമാണ് മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യുള്ളൂ. സോ മൈക്രോ പ്രോസസർ ഈസ് എ CPU ഓൺ എ സിംഗിൾ ചിപ്പ് ദാറ്റ് റിക്വയർസ് external input device and output device memory to work. But in the case of microcontroller, it is a compact IC. It is a compact integrated circuit that contains CPU, memory,
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഓൺ എ സിംഗിൾ ചിപ്പ്. ഒരു ഐസിന്റെ ഉള്ളില് CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ടൈമർ എല്ലാം ഒരു ഐസിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഈ മൈക്രോ കൺട്രോളർ ആണ് ഒരു എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതേസമയം മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഒരു ജനറൽ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ ബേസിക് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then this is the ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ പ്രോസസർ. ഒരു മൈക്രോ പ്രോസസറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അതില് ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റർ അറേ ഉണ്ട്. ഓക്കെ, ഈ രജിസ്റ്റർ അറേയിൽ നമുക്ക് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എക്സ്റ്റേണലി മെമ്മറി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊക്കെ കൂടുതൽ മെമ്മറി കപ്പാസിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിന്റെ ഉള്ളിൽ ഒരു പ്രോസസ്സർ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ്റ്റേണലി ആണ് മെമ്മറി ആണെങ്കിലും ഇൻപുട്ട് ഡിവൈസ് ആണെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിലും കണക്ട് ചെയ്യുന്നത്. ഇതൊരു മൈക്രോ കൺട്രോളറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഒരു CPU ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും. എല്ലാ പെരിഫറൽസും ഒരു സിംഗിൾ ICയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത ഡിവൈസിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPU, ഓസിലേറ്റർ, ഇന്ററപ്റ്റ് കൺട്രോളർ, മെമ്മറി, ROM, RAM, ബസ് കൺട്രോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമർ, സീരിയൽ പോർട്ട്. All these external devices are integrated into a single chip. ഒരു സിംഗിൾ ICയിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. So this is the basic difference between മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഇതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ട പോയിന്റ്സ്. കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഈ ഫിഗർ നോക്കിയേ, ഇതാണ് മൈക്രോ പ്രോസസർ വരുന്നത്, മൈക്രോ പ്രോസസർ. ആൻഡ് ദിസ് ഈസ് മൈക്രോ കൺട്രോളർ. ഇതാണ് മൈക്രോ കൺട്രോളർ. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ MIPI ആയിട്ട് വരുന്നത് മൈക്രോ പ്രോസസർ. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു CPU വരുന്നുണ്ട്, ALU വരുന്നുണ്ട്, രജിസ്റ്റർ വരുന്നുണ്ട്. ഇത് മാത്രമാണ് ICയിലുള്ളത്. ICയിൽ വരുന്ന ഇതാണ്. എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്? മെമ്മറി എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നു, ടൈമർ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നു, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്സ് ഇതെല്ലാം എക്സ്റ്റേണലി ആണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതില് CPU, ALU, രജിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എക്സ്റ്റേണലി ആണ് കണക്ട് ചെയ്യുന്നത്. അതേസമയം മൈക്രോ കൺട്രോളറിൽ എല്ലാ ബ്ലോക്കും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സിംഗിൾ ചിപ്പ്. CPU ഉണ്ട്, ALU, രജിസ്റ്റർ, മെമ്മറി, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ടൈമർ, കൗണ്ടർ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ICയിലാക്കിയതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഇനി നമുക്ക് അതിന്റെ അഡീഷണൽ ഫാക്ട്സ് ആണ് നോക്കുന്നത്. മൈക്രോ പ്രോസസർ വേഴ്സസ് മൈക്രോ കൺട്രോളർ. ഇൻ മൈക്രോ പ്രോസസർ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി CPU മാത്രമാണ് ഇവിടെ പ്രോസസറിലുള്ളത്. ബാക്കിയെല്ലാം എക്സ്റ്റേണലി കണക്ട് ചെയ്യാണ്. ഇൻ മൈക്രോ കൺട്രോളർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമർ ഓൺ എ സിംഗിൾ ചിപ്പ്. അത് ഓർത്ത് വെക്കണം, ഒരു സിംഗിൾ ചിപ്പിലാണ് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസൈനർ ഡിസൈഡ്സ് ദ സൈസ് ഓഫ് ROM, RAM ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡ്ലിംഗ്. അതായത് ഇവിടെ നമുക്ക് എക്സ്റ്റേണലി ആണ് മെമ്മറി കണക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡിസൈനറിന് തീരുമാനിക്കും എത്ര മെമ്മറി, എത്ര GB മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്, RAM എത്രയായിരിക്കണം, ROM എത്രയായിരിക്കണം എന്നുള്ളത് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വേരി ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ ഒരു ഫിക്സഡ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ICയുടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അത് ഫിക്സഡ് ആയിട്ടായിരിക്കും അതിൽ ICയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് സൈസ് ഓഫ് RAM, ROM ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡ്ലിംഗ്. ദെൻ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ വരുന്നത്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൈക്രോ കൺട്രോളർ. സോ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്
വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, മൈക്രോ കൺട്രോളർ, ഹാർവാർഡ് ആർക്കിടെക്ചർ. ഓക്കെ, പക്ഷെ നമുക്ക് ലേറ്റസ്റ്റ് മോഡലിലും നമ്മുടെ മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽസ് അവൈലബിൾ ആണ്. പക്ഷെ കോമൺലി മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ഹാർവാർഡ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ്. ദെൻ മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് അപ്ലിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ PC, പേഴ്സണൽ കമ്പ്യൂട്ടർ. ജനറൽ പർപ്പസ് അപ്ലിക്കേഷന് വേണ്ടിയാണ് മൈക്രോ പ്രൊസസർ ഉപയോഗിക്കുന്നത്. ദെൻ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സ്പെസിഫിക് പർപ്പസ്, ഒരു എംബഡഡ് സിസ്റ്റം അപ്ലിക്കേഷൻസിനാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ഒരു ജനറൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്, ഫോർ എക്സാമ്പിൾ PC എക്സെട്ര. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും പുറമേ നിന്ന് നോക്കുമ്പോൾ മൈക്രോ കൺട്രോളറായിട്ട് കാണില്ല, മനസ്സിലാവില്ല. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ മൈക്രോ കൺട്രോളേഴ്സ് ആണ് ഇരിക്കുന്നത്. ദെൻ ഹൈ സ്പീഡ് ആൻഡ് ഹൈ കോസ്റ്റ്. മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത് ഹൈ സ്പീഡാണ്, കൂടാതെ നമ്മൾ എക്സ്റ്റേണലി ആണ് എല്ലാം കണക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റ് ആണ്. ദെൻ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ലോ സ്പീഡ് ആൻഡ് ലോ കോസ്റ്റ്. നമ്മൾ കുഞ്ഞ് അപ്ലിക്കേഷന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലോ സ്പീഡ് ആൻഡ് ലോ കോസ്റ്റ്. മൈക്രോ പ്രൊസസർ റിക്വയർസ് മോർ ഹാർഡ്വെയർ ടു ബി ഇന്റർഫേസ്ഡ്. കാരണം എന്താ? ടൈമർ, കൗണ്ടർ, സീരിയൽ, മെമ്മറി, ഇതെല്ലാം നമ്മൾ എക്സ്റ്റേണലി ആണ് കണക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് റിക്വയർസ് മോർ ഹാർഡ്വെയർ ടു ബി ഇന്റർഫേസ്ഡ്. ഹിയർ ഇറ്റ് റിക്വയർസ് ലെസ് ഹാർഡ്വെയർ ടു ബി ഇന്റർഫേസ്ഡ്. കാരണം എല്ലാം ആ കുഞ്ഞി IC-യിൽ ഉണ്ട്, അത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്റർഫേസിങ് കുറവ് മൈക്രോ കൺട്രോളറിനാണ്, കൂടുതൽ മൈക്രോ പ്രൊസസറിനാണ്. ഹൈ പവർ കൺസപ്ഷൻ, കാരണം ഓരോന്നും വലിയ വലിയ ഡിവൈസ് എക്സ്റ്റേണലി കണക്ട് ചെയ്യാണ്. സോ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ് മൈക്രോ പ്രൊസസറിൽ. ഇവിടെ ലോ പവർ കൺസപ്ഷൻ ആണ്. കാരണം എന്താണ്? മൈക്രോ കൺട്രോളർ ഒരു എംബഡഡ് സിസ്റ്റം അപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ അതിലെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. It does not support bit addressability. It does not support bit addressability. മൈക്രോ കൺട്രോളർ സപ്പോർട്ട് ബിറ്റ് അഡ്രസ്സബിലിറ്റി. അതായത് നമുക്ക് മൈക്രോ കൺട്രോളർ വെച്ച് ഒരു ലൈറ്റ് ഓൺ ആക്കാൻ പറ്റും, ഫാൻ ഓൺ ആക്കാൻ പറ്റും, LED ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ ബിറ്റ് അഡ്രസ്സബിലിറ്റി പോസിബിൾ ആണ് മൈക്രോ കൺട്രോളർ വെച്ച്. അതേസമയം ഒരു മൈക്രോ പ്രൊസസർ വെച്ച് നമുക്കൊരു സിംഗിൾ ബിറ്റ് അഡ്രസ്സബിലിറ്റി പോസിബിൾ അല്ല. അതാണ് മൈക്രോ കൺട്രോളർ സ്പെസിഫിക് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കാരണം. മൈക്രോ പ്രൊസസർ ഡസ് നോട്ട് സപ്പോർട്ട് ബിറ്റ് അഡ്രസ്സബിലിറ്റി. മൈക്രോ കൺട്രോളർ സപ്പോർട്ട് ബിറ്റ് അഡ്രസ്സബിലിറ്റി. മൈക്രോ പ്രൊസസറിന് എക്സാമ്പിൾസ് ആണ് 8085, 8086, Core i3, i5, i7 ആൻഡ് AMD പ്രൊസസർ. മൈക്രോ കൺട്രോളറിന് എക്സാമ്പിൾ ആണ് 8051, AVR, PIC ആൻഡ് ARM. ഇതെല്ലാം മൈക്രോ കൺട്രോളറിന് എക്സാമ്പിൾസ് എന്തായാലും പഠിക്കുക. മൈക്രോ പ്രൊസസറിന് ഏതൊക്കെയായിരുന്നു? 8085, 8086, Core i3, Core i5, i7, AMD. മൈക്രോ കൺട്രോളറിനാണ് എക്സാമ്പിൾ 8051, AVR, PIC ആൻഡ് ARM. സോ ഈ കമ്പാരിസൺ ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഇവിടുന്ന് ഒരു 3 മാർക്കിനോ 6 മാർക്കിനോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ളത്. ഓക്കെ, ആ കമ്പാരിസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളതാണ് അപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോ കൺട്രോളർ. ഏതൊക്കെ ഏരിയയിലാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയാണ് മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ഹോം അപ്ലയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ദെൻ ഓവൻ, അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹോം അപ്ലയൻസിനെല്ലാം യൂസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളറാണ്. ദെൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് യൂസ് ചെയ്യുന്നു, കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്, ദെൻ ഓട്ടോമോട്ടീവ് സിസ്റ്റം, മെഡിക്കൽ ഡിവൈസസ്,
നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി ആൻഡ് സർവൈലൻസ്, IoT. മൈക്രോകൺട്രോളറിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ് IoT എനേബിൾഡ് ഡിവൈസസ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സ്മാർട്ട് കാർഡ് ആൻഡ് RFID, ഇൻസ്ട്രുമെന്റ് ആൻഡ് മെഷർമെന്റ്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, ടോയ്സ് ആൻഡ് ഗെയിമിംഗ്. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് മൈക്രോ കൺട്രോളർ IC ആണ്. ജനറൽ ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോ കൺട്രോളർ. Then these are the applications of microprocessor. Microprocessor ഒരു ജനറൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൈക്രോ കൺട്രോളർ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. മൈക്രോ പ്രോസസ്സറിന്റെ ജനറൽ ആപ്ലിക്കേഷൻ ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ മൈക്രോ പ്രോസസ്സർ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഓട്ടോമോട്ടീവ് സിസ്റ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്, ATM ആൻഡ് ബാങ്കിങ്, ഇവിടെയൊക്കെ മൈക്രോ പ്രോസസ്സർ ആണ് യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ കമ്പ്യൂട്ടർ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഓട്ടോമോട്ടീവ് സിസ്റ്റം, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ATM ആൻഡ് ബാങ്കിങ് സിസ്റ്റം. So these are the common applications of microprocessor and microcontroller. So ഇതിന്റെ conclusion ആണ്, we are going to conclude the comparison between microprocessor and microcontroller. എന്താണ്, നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് നോട്ട് ചെയ്യാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPU, RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമർ, കൗണ്ടർ, ഇന്ററപ്റ്റ്, സീരിയൽ പോർട്ട് ആർ ഇന്റഗ്രേറ്റഡ് ഇൻടു എ സിംഗിൾ ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സറോ, ഇറ്റ് കൺസിസ്റ്റ് only CPU and memory or peripherals are connected externally. CPU മാത്രമേ ഉണ്ടാവുള്ളൂ. The memory and peripherals are connected externally to the processor. Main difference എന്താണ്? Microcontroller is complete system on a chip. Microcontroller is a complete system on a chip where microprocessor requires external components to operate. So microprocessor designed for high performance computing application. ഒരു മൈക്രോ പ്രോസസ്സർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് എംബഡഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസിനാണ്. മൈക്രോ പ്രോസസ്സർ ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസിനാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ദ ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ അപ്ലിക്കേഷൻസ്, പ്രോസസ്സിംഗ് റിക്വയർമെന്റ്സ്, പവർ കൺസപ്ഷൻ, കോസ്റ്റ് ആൻഡ് സിസ്റ്റം കോംപ്ലക്സിറ്റി. ഏത് അപ്ലിക്കേഷൻ ആണോ അതിനനുസരിച്ചാണ് മൈക്രോ കൺട്രോളർ ആണോ മൈക്രോ പ്രോസസ്സർ ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സോ ഇതാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് വരുന്നത് മൈക്രോ കൺട്രോളറിന്റെയും മൈക്രോ പ്രോസസ്സറിന്റെയും. ഓക്കെ, ഇത്രയുമാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് ഡിഫറൻസ് എന്താണ്? ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു CPU മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണലി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും പെരിഫറൽസും മെമ്മറിയും എല്ലാം എക്സ്റ്റേണലി ആണ് കണക്ട് ചെയ്യുന്നത്. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു ICയുടെ ഉള്ളിൽ തന്നെ CPU, മെമ്മറി, IC, മെമ്മറി, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് എല്ലാം ഒരു ICയിൽ ഇന്റഗ്രേറ്റ് ചെയ്തതിനെയാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ബേസിക് കമ്പാരിസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ PDF ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് നോക്കി അതേപോലെ പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.